രാഹുൽ ഗാന്ധി ഒഴിയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകും. വയനാടാണോ റായ്ബറേലിയാണോ ഒഴിയുന്നതെന്നതിൽ രാഹുൽ ഗാന്ധി നാളെ തീരുമാനമറിയിക്കും. റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത. ഇക്കാര്യത്തിൽ ഇതുവരെയും രാഹുൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം കോൺഗ്രസിന്റെ താരനേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വഴി തെളിയുകയാണ് ഇതോടെ. രാഹുൽ ഗാന്ധി രാജിവെക്കുന്ന വയനാട്ടിലോ റായ്ബറേലിയിലോ ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കും. പാർട്ടിയിലെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തിയേക്കും. ദേശീയ നേതാവ് എന്ന നിലയിലും ഉത്തരേന്ത്യയിൽ പാർട്ടിക്ക് വളർച്ച സാധ്യമാക്കുന്നതിനും രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്നായിരുന്നു പ്രവർത്തക സമിതിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. അതേസമയം പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് സോണിയാഗാന്ധി പൂർണ്ണ സമ്മതം നൽകിയിട്ടില്ല എന്നാണ് സൂചന. കുടുംബത്തിൽ നിന്നുള്ള 3 പേർ ഒരേ സമയം പാർലമെന്റിൽ വേണ്ടെന്നാണ് സോണിയയുടെ നിലപാട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണമെന്ന് പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയെങ്കിലും ഇക്കാര്യത്തിലും രാഹുൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം വിടുന്നുവെന്ന് സ്ഥിരീകരിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയെ നയിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ജനം സ്വീകരിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അദ്ദേഹം സഞ്ചരിച്ചത് ജനഹൃദയങ്ങളിലേറിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് രാഹുൽ എത്തിയെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ഒരിക്കലും കോൺഗ്രസിനെയോ തന്നെയോ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. സ്നേഹത്തിന്റെ നൂലിഴയാൽ ഇന്ത്യയുടെ ഹൃദയത്തെ ബന്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊരു മനുഷ്യൻ ഇന്ത്യയിൽ വേറെയുണ്ടോ? ഇന്ത്യയെ നയിക്കുന്നിടത്തേക്കാണ് അദ്ദേഹത്തിന്റെ വളർച്ച. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇന്ത്യയെ നയിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്നു നിൽക്കാൻ സാധിക്കില്ല. അതിനാൽ നാം പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ പിന്തുണയുമായി ഒപ്പം നിന്ന വയനാടിന് ഹൃദയഭാഷയിൽ രാഹുൽ കഴിഞ്ഞ ദിവസം നന്ദി അറിയിച്ചിരുന്നു. വൻ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച പ്രിയ നേതാവിനെ കാണാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഇന്നലെ കൽപ്പറ്റയിൽ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ഇവിടെ വെച്ച് നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യ എന്ന ആശയത്തെ തകർക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയ അയോധ്യയിലും UP-യിലുമെല്ലാം BJP തോറ്റുപോയതെന്നും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടുകളിക്കാൻ അനുവദിക്കില്ലെന്ന് രാജ്യത്തെ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു.